ഇറാൻ US വെടിനിർത്തൽ ധാരണയിൽ നിലപാട് അറിയിക്കാതെ ട്രംപ്. വൈറ്റ് ഹൗസിൽ ചേർന്ന ദേശീയ സുരക്ഷാ സമിതി യോഗത്തിന് ശേഷം തീരുമാനം അറിയിക്കുമെന്നായിരുന്നു പ്രസിഡന്റ് ട്രൂത്ത് സോഷ്യലിൽ അറിയിച്ചിരുന്നത്. എന്നാൽ 2 മണിക്കൂർ നീണ്ടുനിന്ന യോഗം അവസാനിച്ചിട്ടും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചില്ല. അതേസമയം ട്രംപ് അവകാശപ്പെട്ടതുപോലെ ആണവ സാമഗ്രികൾ നശിപ്പിക്കുന്നത് സമാധാന കരാർ വ്യവസ്ഥയിലില്ലെന്നാണ് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അയത്തുള്ള അലി ഖമനേനിയുടെ സംസ്കാരം ഉടൻ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. അജയ് സുധ ബിജു ചേരുന്നു. അജയ്, ലോകം മുഴുവൻ കാത്തിരിക്കുകയാണ് പശ്ചിമാഷ്യയിൽ സമാധാനമുണ്ടാകുമോ എന്ന കാര്യത്തിൽ. ട്രംപ് ഇതുവരെ പ്രതികരിച്ചില്ല എന്ന് പറയുമ്പോൾ സമാധാനത്തിന് വേണ്ടിയുള്ള കരാർ പൂർണ്ണമല്ല എന്നതാണ്. ഇതിൽ ഇപ്പോൾ തുടരുന്ന അവ്യക്തതകൾ എന്താണ്? സജിത്ത്, ഇപ്പോൾ ഈ ഒരു പശ്ചിമേഷ്യയിലെ സമാധാന കരാറുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ തുടരുന്നുവെങ്കിലും അതിലൊരു സമവായത്തിലേക്ക് എത്താൻ അമേരിക്കയ്ക്കോ ഇറാനോ സാധിക്കുന്നില്ല എന്നാണ് നമുക്ക് കാണാനാകുന്നത്. ഇന്നലെ മുതൽ എല്ലാവരും ഉറ്റുനോക്കിയിരുന്നത് തീർച്ചയായിട്ടും ട്രംപിൻ്റെ പ്രതികരണമാണ്. ഇന്നലെ രാത്രി ട്രംപ് തൻ്റെ സൈലൻസ് വെടിഞ്ഞ് ഒരു പോസ്റ്റ് ട്രൂ സോഷ്യലിൽ ഇട്ടിരുന്നു. ആ പോസ്റ്റിൽ വിശദീകരിക്കുന്നത് തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ വന്നത് പ്രകാരം അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഒരു വെടിനിർത്തൽ കരാർ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. 60 ദിവസത്തെ വെടിനിർത്തലാണ് ഇറാനും അമേരിക്കയ്ക്കുമിടയിൽ ഉണ്ടാകുന്നതായിട്ടുള്ള അഭ്യൂഹങ്ങൾ വന്നിരുന്നത്. ഈ വെടിനിർത്തൽ കരാറുമായി മുന്നോട്ടു പോകുമ്പോൾ ഇറാൻ പാലിക്കേണ്ട ചില നിബന്ധനകളാണ് ട്രംപ് ട്രൂ സോഷ്യലിൽ കുറിച്ചിരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായി ട്രംപ് എടുത്തു പറയുന്നത് ഹോർമുസ് കടലിടുക്ക് തുറക്കണം എന്നുള്ള ഉപാധിയാണ്. ഇരുവശങ്ങളിലേക്കുമുള്ള ഗതാഗതം സുഗമമായി തന്നെ നടക്കണം. ഇറാൻ യാതൊരു വിധത്തിലുമുള്ള ടോൾ ഹോർമുസ് കടലിടുക്കിലൂടെ ഈടാക്കാൻ പാടില്ല എന്നും ട്രംപ് ട്രൂ സോഷ്യലിൽ കുറിച്ചിട്ടുണ്ട്. അതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള സീ മൈനുകൾ ഇറാൻ ഇപ്പോഴും കടലിൽ കുഴിച്ചിട്ടുണ്ടെങ്കിൽ അവ എത്രയും വേഗം നീക്കം ചെയ്യണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടു. അതുപോലെ US-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായിട്ടുള്ള മറ്റൊന്ന് ആണവ വിഷയം സംബന്ധിച്ചുള്ള കാര്യം തന്നെയാണ്. ഇറാൻ ഒരു തരത്തിലുമുള്ള ആണവായുധവും കൈവശം വയ്ക്കാൻ പാടില്ല എന്നും ഒരിക്കലും അത് വികസിപ്പിക്കരുതെന്നും US ആവശ്യമായി ഉന്നയിക്കുന്നുണ്ട്. ഇത്രയും വ്യവസ്ഥകൾ ഇറാൻ അംഗീകരിക്കുകയാണെങ്കിൽ മാത്രം US ഹോർമുസ് കടലിടുക്കിലുള്ള ഉപരോധം അവസാനിപ്പിക്കുമെന്നും ട്രംപ് ഈ ട്രൂ സോഷ്യൽ പോസ്റ്റിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അമേരിക്ക ഇതുവരെ തടഞ്ഞു വെച്ചിട്ടുള്ള കപ്പലുകളിലുള്ള എല്ലാ ജീവനക്കാർക്കും അവരുടെ രാജ്യങ്ങളിലേക്ക് തിരിച്ചെത്താനും അവരുടെ കുടുംബങ്ങളെ നേരിൽ കാണാനും അവസരമുണ്ടാകുമെന്നും ട്രംപ് കൂട്ടിച്ചേർക്കുന്നു. അതുപോലെ ട്രംപ് സൂചിപ്പിക്കുന്ന മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീർച്ചയായിട്ടും ഈ ആണവ വിഷയം സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് തന്നെയാണ്. അതായത് 2 മാസം മുൻപ് അമേരിക്ക B-2 ബോംബറുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇറാനിൽ നടത്തിയിട്ടുള്ള ആക്രമണത്തിൽ ഇപ്പോൾ ആണവ കേന്ദ്രങ്ങൾ നിരവധി നശിച്ചുപോയി. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഉണ്ടായ ന്യൂക്ലിയർ ഡസ്റ്റ് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ സഹായത്താൽ അമേരിക്ക നശിപ്പിക്കുമെന്നും ട്രംപ് പറയുന്നുണ്ട്. അതുപോലെ മറ്റ് വ്യവസ്ഥകളും മറ്റ് പല കാര്യങ്ങളിലും ഇറാനുമായി ധാരണയിലായിട്ടുണ്ട്. ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു കരാറിൽ എത്തിച്ചേരും വരെ ഇറാന് മേലുള്ള പണമിടപാടുകളും നിർത്തിവെക്കുന്നതായിട്ട് ട്രംപ് പറയുന്നുണ്ട്. മറ്റ് ലോകരാജ്യങ്ങളുടെ ധന സഹായവും ഇതിലൂടെ US ഫ്രീസ് ചെയ്യുന്നതായിട്ടാണ് ട്രംപ് പറയുന്നത്. അതുപോലെ ഈ സമാധാന കരാർ സംജാതമായാൽ തീർച്ചയായിട്ടും അമേരിക്ക ഇറാന്റെ ഫ്രീസ് ചെയ്ത് വച്ചിരിക്കുന്ന മറ്റ് സ്വത്തുവകകൾ വിട്ടു നൽകുന്നതിനെ പറ്റി ആലോചിക്കുമെന്നും ട്രംപ് ഇതിൽ പറയുന്നുണ്ട്. എല്ലാത്തിൻ്റെയും ഒരു അവസാനമായി ട്രംപ് പറഞ്ഞിരുന്നത് കഴിഞ്ഞ ദിവസമുള്ള ഒരു സെക്യൂരിറ്റി കൗൺസിൽ മീറ്റിംഗ് തന്നെയാണ്. ആ സെക്യൂരിറ്റി കൗൺസിൽ യോഗം വൈറ്റ് ഹൗസിൽ വെച്ച് ചേരുന്നുണ്ട്. ആ യോഗത്തിന് ശേഷം താൻ തീരുമാനം അറിയിക്കുമെന്നും ട്രംപ് പറഞ്ഞു. പക്ഷേ ഇന്നലത്തെ ദിവസം രാത്രിയാണ് ഇന്ത്യൻ സമയം ആ മീറ്റിംഗ് നടന്നത്. ആ മീറ്റിംഗിന് ശേഷം എല്ലാവരും പ്രതീക്ഷിച്ച് ട്രംപ് വൈറ്റ് ഹൗസിൽ വെച്ച് മാധ്യമങ്ങളെ കാണുമെന്നാണ്. പക്ഷേ അതുണ്ടായില്ല. ട്രംപിൻ്റെ ട്രൂ സോഷ്യൽ പോസ്റ്റ് പിന്നീട് ഒന്നും തന്നെ ഇതിൻ്റെ അപ്ഡേറ്റിനെ സംബന്ധിച്ച് വന്നതുമില്ല. ട്രംപ് ഇത്തരത്തിലൊരു മൗനം തുടരുകയാണ്. ഈ 60 ദിവസത്തെ വെടിനിർത്തൽ കരാറിന് ഇനി വേണ്ടത് ട്രംപിൻ്റെ അംഗീകാരം മാത്രമാണ്. ഇതുവരെ ട്രംപ് ഒരു തരത്തിലും ഇതിനെ സംബന്ധിച്ച് ഇത് അംഗീകരിക്കുന്നതായിട്ടോ തള്ളിക്കളയുന്നതായിട്ടോ പറഞ്ഞിട്ടില്ല. ഇത്തരത്തിൽ ഇത് വൈകിക്കുമ്പോൾ എല്ലാവരുടെയും ഒരു സംശയം ട്രംപ് കൂടുതൽ വ്യവസ്ഥകൾ ഇതിലേക്ക് കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കുമോ എന്നുള്ളതാണ്. ഇപ്പോൾ 2 ദിവസം മുൻപേ ട്രംപ് അബ്രഹാം അക്കോർഡ്സ് വഴി കൂടുതൽ അറബ് രാജ്യങ്ങൾ ഇതിൻ്റെ ഭാഗമാകണം എന്നതടക്കം പറഞ്ഞിരുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങൾ അതൊക്കെ നിരവധി രാജ്യങ്ങൾക്ക് ഈ എതിർപ്പുള്ള കാര്യമാണ്. ഇറാൻ അടക്കം പല രാജ്യങ്ങളും ഇത് അംഗീകരിക്കാൻ സാധ്യതയില്ല. അപ്പോൾ
അപ്പോൾ അത്തരം വ്യവസ്ഥകൾ ട്രംപ് കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും സമാധാന ചർച്ചകൾ പ്രതിസന്ധിയിലാകാനുള്ള സാഹചര്യമാണ് കാണുന്നത്. ഇപ്പോൾ മറ്റൊരു സൂചനയുള്ളതെന്ന് പറഞ്ഞാൽ ഇറാനിയൻ മാധ്യമങ്ങളുടെ ചില റിപ്പോർട്ടുകളാണ്. ആ റിപ്പോർട്ടുകൾ പറയുന്നത് ഈ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ധാരണയിൽ ആണവ വിഷയങ്ങൾ ഒന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാണ് ഇറാനിയൻ മാധ്യമങ്ങൾ പറയുന്നത്. അതുപോലെ ഹോർമുസ് കടലെടുക്ക് പൂർണ്ണമായി തുറക്കാൻ ഇറാൻ സമ്മതിച്ചിട്ടില്ല എന്നും ചില ഇറാനിയൻ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് IRGCയുമായി അടുത്ത ബന്ധമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഹോർമുസ് കടലെടുക്കിലൂടെ ഗതാഗതം അനുവദിച്ചാലും അത് ഇറാന്റെ സുരക്ഷയെ കൂടി മുന്നിൽ വെച്ചുകൊണ്ടായിരിക്കും എന്നാണ് നിലവിൽ അവിടെയുള്ള മാധ്യമങ്ങളാണെങ്കിലും അതുപോലെ മറ്റ് അടുത്ത വൃത്തങ്ങളാണെങ്കിലും വ്യക്തമാക്കുന്ന ഒരു കാര്യം. അതുപോലെ ഇറാനിൽ ഈ യുദ്ധം കാരണം സംഭവിച്ചിട്ടുള്ള നഷ്ടങ്ങൾ, ഈ നഷ്ടം നികത്താൻ ഒരു വലിയ തുക, ഏതാണ്ട് $12 ബില്യൺ ഇറാന് ധനസഹായമായി നൽകണം എന്നുള്ള കാര്യം കൂടി അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇത് ഒന്നുകിൽ ടോൾ പിരിവിലൂടെ ഇറാന് ലഭിക്കണം, അല്ലെങ്കിൽ ഈ സമാധാന ചർച്ചകൾക്ക് ശേഷം അമേരിക്കയും ഇസ്രയേലും കൂടി ഇറാന് ഈ വലിയ തുക കൈമാറണം. ഈ ഒരു ആവശ്യം കൂടി ഇറാൻ നിലവിൽ മുന്നോട്ട് വയ്ക്കുന്ന സാഹചര്യമുണ്ട്. ഇറാന്റെ ചില മുതിർന്ന നേതാക്കളുടെ പ്രതികരണങ്ങൾ കൂടി വരുന്നുണ്ട്. അവരും നിലവിൽ ഈ സമാധാന ചർച്ചകളെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും പറയുന്നില്ല. ഇറാന്റെ വിദേശകാര്യ വക്താവായിട്ടുള്ള ഇസ്മായിൽ ബഗൈ പറയുന്നത് അമേരിക്കയും ഇറാനും തമ്മിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്, ഒരു ധാരണയിൽ പക്ഷേ ഇരു രാഷ്ട്രങ്ങളും എത്തിച്ചേർന്നിട്ടില്ല എന്നാണ് ഇസ്മായിൽ ബഗൈ പറയുന്നത്. ഇറാന്റെ പാർലമെന്റ് സ്പീക്കറായിട്ടുള്ള മുഹമ്മദ് ബാഖർ കാലിബാഫ് പറയുന്നത് ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള സംഭാഷണം വെറും വാക്കുകൾ കൊണ്ട് വിശദീകരിക്കാനാകുന്നതല്ല, അത് അമേരിക്കയുടെ പ്രവൃത്തിയെ അടിസ്ഥാനമാക്കിയിരിക്കും ഇനി തുടർന്നുള്ള ആക്ഷൻസ് എന്നാണ് MB ഗാലിബാഫ് കൂട്ടിച്ചേർക്കുന്നത്. അതുപോലെ ഇറാനിൽ നിന്ന് വരുന്ന മറ്റൊരു വാർത്ത, ഇറാനിൽ കൊല്ലപ്പെട്ട അവരുടെ പഴയ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമനയുടെ സംസ്കാരം ഇപ്പോഴും വൈകിക്കൊണ്ടിരിക്കുകയാണ്. ഈ സംസ്കാര ചടങ്ങ് ഉടൻ തന്നെ ഉണ്ടാകും എന്നുള്ള സൂചനകൾ ഇറാനിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. വളരെ ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു ഫ്യൂണറൽ ആയിരിക്കും ആയത്തുള്ള അലി ഖമനയ്ക്ക് വേണ്ടി ഒരുക്കുന്നത് എന്നാണ് വിവരമുള്ളത്. ഇതിനു മുമ്പ് US ഇസ്രായേൽ ആക്രമണങ്ങൾ ആരംഭിച്ച ഫെബ്രുവരി 28 രാത്രി തന്നെയാണ് അദ്ദേഹം കൊല്ലപ്പെടുന്നത്. അതിനുശേഷം മൃതദേഹം അവർ ഇപ്പോഴും സൂക്ഷിച്ചിരിക്കുകയാണ്. ഇറാനിൽ തുടരുന്ന അനിശ്ചിതാവസ്ഥ, അവിടെ രാഷ്ട്രീയ തലത്തിലുള്ള തർക്കങ്ങളും അതുപോലെ സാമ്പത്തിക രംഗത്തുള്ള പ്രശ്നങ്ങളുമൊക്കെ കാരണമാണ് ഇതുവരെ ഒരു വലിയ ചടങ്ങ്, അതായത് അവരുടെ പരമോന്നത നേതാവിന് അർഹിച്ച ഒരു അയപ്പ് അവർ നൽകാതെ ഇരുന്നത്. അതുപോലെ ഇപ്പോഴത്തെ പരമോന്നത നേതാവായിട്ടുള്ള മുജ്തബ ഖമനയ്ക്ക് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ള വിവരങ്ങൾ കൂടിയുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് ചടങ്ങിൽ പങ്കെടുക്കാനാകില്ല എന്നുള്ള ഒരു വിവരങ്ങളുണ്ട്. എന്നാൽ ഇപ്പോൾ ഒരു സമാധാന കരാർ US-ഉമായിട്ട് ഉണ്ടാകുന്നു, അതിൻ്റെ ചർച്ചകൾ നടക്കുന്നു എന്നതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ പൊതുവേ ഉള്ളത്. അത്തരത്തിലൊരു സമാധാന കരാറിൽ എത്തിച്ചേർന്നാൽ എത്രയും വേഗം, വൈകാതെ തന്നെ ഈ സംസ്കാര ചടങ്ങ് നടത്താനാണ് ഇറാൻ ലക്ഷ്യമിടുന്നത്. അതാണ് സാഹചര്യം. എന്തായാലും പശ്ചിമേഷ്യയിൽ സമാധാനം ഉണ്ടാകുമോ എന്നതിന് നമുക്ക് അല്പകൂടി കാത്തിരിപ്പ് വേണം. അതിൽ ഡൊണാൾഡ് ട്രംപ് നിലപാട് വ്യക്തമാക്കണം. എന്താണ് പുതിയ സമ്മർദ്ദം, പുതിയ വ്യവസ്ഥകൾ കൊണ്ടുവരാനാണോ ശ്രമം ട്രംപിൻ്റേത്? കാത്തിരിക്കാം, അറിയാം.